ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹന്നാസ് റെസിപ്പീസ്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കലത്തപ്പമാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ പലഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ 1 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. ഇത് സാധാരണ നമ്മൾ ഇഡ്ഡലിക്കും ദോശയ്ക്കും അപ്പമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്ന പച്ചരിയാണ്. ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അതൊന്ന് കുതിർക്കാൻ വേണ്ടി വെക്കണം. ഒരു 4 മണിക്കൂറോളം കുതിരാൻ വേണ്ടി വെക്കണം. പിന്നെ ഇതിൽ ചേർക്കാൻ വേണ്ടി മധുരത്തിനായിട്ട് ഞാനൊരു 200 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. ഇതൊരു 2 അച്ച് ശർക്കരയാണ്. ഈ 1 കപ്പ് പച്ചരിക്ക് ഈ 2 അച്ച് ശർക്കര മതിയാവും. ഇതൊന്ന് നന്നായിട്ട് ഉരുക്കിയെടുക്കണം. അതിനുവേണ്ടി ഇത് ഞാനൊന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ട്. അതൊന്ന് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഈ ശർക്കര ഉരുക്കിയെടുക്കാൻ വേണ്ടി അതിലോട്ടൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പം ഇവിടെ വെള്ള കളറിലുള്ള ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ഏത് കളറിലുള്ള ശർക്കരയാണ് എടുക്കുന്നത് ആ കളറായിരിക്കും കലത്തപ്പത്തിന്. നല്ല കറുത്ത കളർ വേണമെങ്കിൽ കറുത്ത ശർക്കര തന്നെ എടുക്കണം. പിന്നെ ഈ കലത്തപ്പത്തിൽ ചേർക്കാൻ വേണ്ടി തേങ്ങാക്കൊത്തും അതുപോലെ ചെറിയ ഉള്ളി ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതിനുവേണ്ടി ഈ ചൂടായ പാനിലോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നെയ്യ് ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തൊന്ന് ഇട്ട് കൊടുക്കുക. ഇതൊരു 2-3 ടേബിൾ സ്പൂണോളം ഉണ്ട്. ഇത് ഒരു കുറച്ച് എത്ര വേണോ അത്രയും തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കണം. പിന്നെ അതൊന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്ക് അതിലോട്ട് ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാം. ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഞാനൊരു 3 ചുവന്നുള്ളിയാണ് ഇതിൽ ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്തിരിക്കുന്നത്. ഇതിപ്പോൾ മൂത്ത് വന്നിട്ടുണ്ട്. ഇതിന് ഗ്യാസ് ഓഫ് ആക്കിയിട്ട് അതൊന്ന് മാറ്റി വെക്കാം. ഇനി അരി ഒന്ന് അരച്ചെടുക്കണം. ഇപ്പോൾ ഒരു 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അരി നല്ലതുപോലെ കഴുകിയിട്ട് ഈ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിൽ ചേർക്കാൻ വേണ്ടി ഞാനൊരു 2 ടേബിൾ സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ട്. അതും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ചോറും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം അതും കൂടി ഇതിൽ ഇട്ട് കൊടുക്കാം. ഒരു നുള്ള് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 3 ഏലക്കായുടെ സീഡ് മാത്രം അതും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കുക. അതിൻ്റെ പുറത്തെ തൊലി ആവശ്യമില്ല. പിന്നെ ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാനൊരു 1/2 കപ്പും ഒരല്പം കൂടെ വെള്ളം ഇതിൽ ഒഴിച്ചിട്ടുണ്ട്. അതും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. ഇതിനെയും ഈ അരച്ച മാവ് ഈ പാത്രത്തിലേക്ക് ഒഴിക്കാം. ഇനി ഇതിലോട്ട് സോഡാപ്പൊടി ചേർത്ത് കൊടുക്കണം. ഒരു 1/4 ടീസ്പൂൺ സോഡാപ്പൊടി ഞാനിവിടെ 1 ടീസ്പൂൺ വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ നേരിട്ട് ചിലപ്പോൾ സോഡാപ്പൊടി ഈ മാവിലോട്ട് ഇടുമ്പോഴത്തേക്ക് അത് ചിലപ്പോൾ നന്നായിട്ട് മിക്സ് ആകത്തില്ല. അതിനുവേണ്ടിയാണ് ഞാനിവിടെ വെള്ളത്തിൽ നന്നായിട്ട് കലക്കിയിട്ട് ഇതിലോട്ട് ഒഴിക്കുന്നത്. അതൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ ഇതിലോട്ട് നേരത്തെ നമ്മൾ മൂപ്പിച്ച് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും ചുവന്നുള്ളിയും കൂടി ഇട്ട് കൊടുക്കുക. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നേരത്തെ ഉരുക്കാൻ വെച്ചിരുന്ന ശർക്കര ഇപ്പോൾ നന്നായിട്ട് ഉരുകിയിട്ടുണ്ട്. ഇത് കല്ലും മണ്ണൊന്നും ഇല്ലാത്ത ശർക്കര ആയതുകൊണ്ട് ഞാൻ ഇതിലോട്ട് ചൂടോടുകൂടി തന്നെ നേരിട്ടങ്ങ് ഒഴിക്കുകയാണ്. കല്ലും മണ്ണൊക്കെ ഉള്ളതാണെങ്കിൽ അരിച്ചിട്ട് ഒഴിക്കണം. ശർക്കര ചൂടോടുകൂടി തന്നെ ഇതിലൊഴിക്കണം. ഇതിപ്പോൾ കലത്തപ്പത്തിൻ്റെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ അല്പം ലൂസായ പോലെയാണ് ഇരിക്കുന്നത്. അത് കുഴപ്പമില്ല. ഇതിനൊരു കുക്കറിൽ വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കണം. കുക്കർ ഇപ്പം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് ഇതൊന്ന് ചുറ്റിച്ച് കൊടുക്കുക. അതിൻ്റെ അടിഭാഗത്തെ എല്ലാം നന്നായിട്ടൊന്ന് സൈഡിലൊക്കെ ഒന്ന് ആകാൻ വേണ്ടിയാണ്. എന്നിട്ട് ഇതിലോട്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഞാൻ തീ നന്നായിട്ട് കൂട്ടി വെച്ചിരിക്കുകയാണ്. എന്നിട്ട് കുക്കറിൻ്റെ വെയിറ്റ് മാറ്റിയിട്ട് കുക്കർ അടച്ചു കൊടുക്കാം. അതിൻ്റെ വാഷർ ഇട്ടിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് തീ കുറച്ച് വെക്കണം. അപ്പോൾ ചെറുതായിട്ട് ഇതിലൂടെ ആവി പോകാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് തീ കുറച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ഇത് വേവിച്ചെടുക്കണം. തീരെ കുറഞ്ഞ ഫ്ലെയിമിൽ വേണം 15 മിനിറ്റ് വേവിച്ചെടുക്കണം. അല്ലെങ്കിൽ ഇതിൻ്റെ അടിഭാഗം കരിഞ്ഞു പോകും. അപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഗ്യാസ് ഓഫാക്കി. എന്നിട്ട് കുക്കർ ഇപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അതിന് ശേഷമാണ് ഇതിപ്പോൾ തുറന്നത്. നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ തുറക്കാവുള്ളൂ. എങ്കിൽ മാത്രമേ ഉള്ളൂ കലത്തപ്പം അതിൽ നിന്ന് നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റത്തുള്ളൂ. ഇതിപ്പം കാണുമ്പോൾ തന്നെ അറിയാം ഇതിൻ്റെ അടിഭാഗം ഒന്നും ഒട്ടും കരിഞ്ഞിട്ടില്ല. അതുപോലെ ഇത് നല്ല സോഫ്റ്റാണ്. നമ്മൾ കുക്കറിലുണ്ടാക്കുമ്പോൾ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഈ അടിഭാഗമൊക്കെ ഇതുപോലെ ഇരിക്കത്തുള്ളൂ. ഇപ്പോൾ സാധാരണ ഒരു പാത്രത്തിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ വേറെ ഒരു ടെക്സ്ചർ ആയിരിക്കും.
ഇനിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റാണ് ഈ കലത്തപ്പത്തിന്. ഇത് കഴിച്ചിട്ടുള്ളവർക്കറിയാം, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണിത്. പിന്നെ ഇത് കുക്കറിൽ തന്നെ ഉണ്ടാക്കിയെടുക്കണം, എന്നാലേ ഉള്ളൂ ഇത്ര സോഫ്റ്റ് ആകത്തുള്ളൂ. നമ്മൾ സാധാരണ ഒരു പാത്രത്തിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഇത്ര സോഫ്റ്റ് ആകത്തില്ല. പിന്നെ നല്ല കറുത്ത കളർ വേണമെങ്കിൽ കറുത്ത ശർക്കര തന്നെ ഉപയോഗിക്കണം. ഞാനിപ്പോൾ വെള്ള കളറിലുള്ള ശർക്കരയാണ് ഉപയോഗിച്ചുകൊണ്ടാണ് ഇതിന് ഈ കളറായിട്ടിരിക്കുന്നത്. പിന്നെ ഇത് വേവിച്ചെടുക്കാൻ വേണ്ടി വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം, എങ്കിൽ മാത്രമേ ഉള്ളൂ കലത്തപ്പത്തിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ഹന്നാസ് റെസിപ്പീസ്.